കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചവർ ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി രംഗത്ത്. സംസ്ഥാനത്ത് 6 മണ്ഡലങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാക്കൾ എൻ.ഡി.എ സ്ഥാനാർത്ഥികളാകുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് നേതാവ് വത്സല പ്രസന്നകുമാർ. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനാകാതെ കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുമ്പോഴും കോൺഗ്രസിൽ നിന്നും വലിയ തോതിൽ പ്രവർത്തകർ ബി.ജെ.പിയിലേക്ക് ഒഴുകിയെത്തുന്നത് യു.ഡി.എഫ് നേതൃത്വത്തിന് തലവേദനയാകുന്നു. പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ എത്തുന്നവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് കൂടുതൽ പേരെ ബി.ജെ.പിയിലെത്തിക്കാൻ വഴിയൊരുക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സഹോദരൻ ഷാജി ജോസഫ് ബി.ജെ.പിയിൽ ചേർന്നത് അടുത്തിടെയായിരുന്നു. ഇപ്പോൾ പോരാട്ടം നടക്കുന്ന ഒട്ടനവധി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി എത്തിയവരിൽ പലരും മുൻകാല കോൺഗ്രസ് പ്രവർത്തകർ ആയിരുന്നുവെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചിറയൻകീഴ്, ചടയമംഗലം, പറവൂർ, കൊട്ടാരക്കര, ആലപ്പുഴ, തൃശൂർ മണ്ഡലങ്ങളിലെ എൻ.ഡി.എ മുന്നണി സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളവർ കോൺഗ്രസിന്റെ നേതൃനിരയിൽ സജീവമായിരുന്നവരാണ്. ചിറയൻകീഴിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി.എസ്. അനൂപ് കഴിഞ്ഞ തവണ ചിറയൻകീഴിൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു. ഇപ്പോഴത് താമരയായി മാറി. ചടയമംഗലത്താകട്ടെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ.എസ്. അരുൺ രാജാണ് ഇവിടത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. കൊട്ടാരക്കരയിൽ അതിലുമേറെ കൗതുകമാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ. രശ്മിയായിരുന്നു കഴിഞ്ഞ തവണ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി. ഇത്തവണ രശ്മി ബി.ജെ.പിക്ക് വേണ്ടിയാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഈ വിധത്തിൽ ഓന്ത് നിറം മാറുന്നതുപോലെ പാർട്ടി കൊടികൾ മാറി മാറി പിടിക്കാൻ ഇവർക്കൊന്നും ഒരു ചമ്മലും ഇല്ല എന്നതാണ് അതിലുമേറെ വിശേഷം. പറവൂരിൽ ഇപ്പോൾ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ മത്സരരംഗത്തുള്ള വത്സല പ്രസന്നകുമാർ ഇതിനു മുൻപ് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആയിരുന്നു. പറവൂർ നഗരസഭയിലെ മുൻ ചെയർപേഴ്സണുമായിരുന്ന വത്സല പ്രസന്നകുമാർ ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടാണ് താമരത്തണലിൽ അഭയം തേടിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ തട്ടകത്തിലെ ഒരു പ്രമുഖ നേതാവും ഒട്ടേറെ അണികളും മറുകണ്ഠം ചാടിയിട്ടും അത് തടയാൻ പോലും വി.ഡി. സതീശന് കഴിയാതെ പോയത് രാഷ്ട്രീയമായി വലിയ വീഴ്ച തന്നെയാണ്. കോൺഗ്രസിലെ സമുന്നത നേതാവ് ലീഡർ കെ. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നത് ഇതിനു മുൻപ് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. താൻ മാത്രമല്ല ഒട്ടേറെ കോൺഗ്രസ് അണികൾ ഈ തെരഞ്ഞെടുപ്പോടെ ബി.ജെ.പിയിൽ എത്തിച്ചേരുമെന്നാണ് പത്മജയും തുറന്നടിച്ചത്. ഏറെ ശ്രദ്ധാകേന്ദ്രമായ തൃശൂരിലാണ് താമര ചിഹ്നത്തിൽ പത്മജ മത്സരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃനിരയിലാണ്. ഇത്തവണ അനിൽ മത്സര രംഗത്തില്ല. അണികളും നേതാക്കളും ബി.ജെ.പിയിലേക്ക് എത്തുമ്പോഴും അതൊന്നും തടയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ഏത് വിധേനയും ജയിക്കുന്നതിനായി ബി.ജെ.പി. നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ രഹസ്യധാരണ ഉണ്ടാക്കിയതിനാലാണ് ഇതെന്ന ഗുരുതര ആരോപണമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തിയിരിക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ പകരം അരുവിക്കരയിൽ വി.എസ്. ശിവകുമാറിനെയും വട്ടിയൂർക്കാവിൽ കെ. മുരളീധരനെയും വിജയിപ്പിക്കാനുള്ള രഹസ്യ ഡീൽ നടന്നതായാണ് ആരോപണം. താൽക്കാലിക ലാഭത്തിനായി ബി.ജെ.പി. നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നിലപാട് മൂലം കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി അടിയൊഴുക്കുകൾ ഉണ്ടാകാനും അടിസ്ഥാനപരമായി അത് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് കാരണമായി മാറുമെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം.